let's welcome Nasser. Hi Nasser. Hi. നല്ല സെലക്ഷൻ ആണ്, നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് എന്താ പറയാ നസീമന്റെ അടുത്ത് ചോദിക്കാം. നസീമ എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്, കളർ കോമ്പിനേഷൻ? കളർ എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളർ തന്നെ എടുത്തത്. പിന്നെ എല്ലാം മാച്ചിങ് ആയി എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ പറയുന്നത് പിന്നെ കുഞ്ഞിട്ടാലേ അറിയൂ എങ്ങനെയുണ്ട്. ഇല്ല, ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. അല്ല, അതിനു മുമ്പ് നമുക്ക് കുട്ടികളെ വിളിക്കാം അല്ലെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ചിൽഡ്രൻ. എന്താ പേര് മോളു? എന്താണ്? നൈമ. ഓക്കെ. എന്താ കുഞ്ഞിന്റെ പേരെന്താ? ഇല്ലേ, പേരില്ലേ? നൈലാനോ? ആയി. ഡ്രസ് ഇഷ്ടപ്പെട്ടുവോ? കളർ ഇഷ്ടപ്പെട്ടുവോ? അതെയോ? കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടു. ഈ സഞ്ചിയിൽ എന്താ? ഏത് കുപ്പായം? ഇതിന്റെ മോളിട്ട് ഇടുന്ന സാധനല്ലേ? അത് പാകായില്ലേ? പാകായോ? ഫിറ്റായോ? ശരി, താങ്ക് യു. ഒരു വെൽക്കം. ഓക്കെ. അപ്പൊ എന്തായാലും പെരുന്നാൾക്ക് എല്ലാം നല്ല ഡ്രസ്. എന്ത് ദേഷ്യത്തില് അത് പൊട്ടിച്ചേ പറ്റൂ. അതെ, സോ മഞ്ജു, രണ്ട് മാലാക കുഞ്ഞുങ്ങൾ നിക്കണ പോലെ ഉണ്ട്. നാസിർക്ക നന്നായിട്ട് ചെയ്ത്. ഉടുപ്പെടുത്തപ്പോ ഞാൻ ഓർത്തിച്ചിട്ട് വലുതാണോന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഇട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നത് കണ്ടിട്ട്. അത്ര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വള ഇച്ചിരി വലുതായിപ്പോ. രണ്ടുപേർക്കും ഒരേ അളവിലാണ് എടുത്തത്. അവക്ക് ഇച്ചിരി വലുത്. അതുകൊണ്ടാന്ന് തോന്നുന്നു അവള് കൈ ഇങ്ങനെ തന്നെ പിടിച്ച മുഖം. അത് അവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മുഖം ഇരിക്കണുണ്ടോ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാല പ്രശ്നം, ഉടുപ്പ എല്ലാം പ്രശ്നമാണ് മൊത്തത്തില്. നന്നായിട്ട്. പിന്നെ ഒരു തിരക്കൊന്നുമില്ല, ഭയങ്കര കാമായിട്ട് നിന്ന്. എനിക്ക് സാവധാനം മതി, അരമണിക്കൂറൊക്കെ ഉണ്ടല്ലോ, ഞാൻ എടുത്തോളാം. ആ കടയിലത്തെ ചേട്ടൻ ഉടുപ്പെടുത്തപ്പോ തന്നെ ആദ്യം കണ്ടപ്പോ തന്നെ അതങ്ങ് ഇഷ്ടപ്പെട്ടു. വേറെ ഇപ്പൊ ഞാനൊക്കെ പോണെങ്കിൽ ഒരു 10-15 എടുത്ത് നോക്കും. ഒരെണ്ണം ഇഷ്ടപ്പെട്ടാലും ഇനി അതില് കൂടിയത് നല്ലത് കിട്ടുമോന്ന്. ഇതങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. എടുത്തു. അപ്പൊ ഒരു സത്യവും പറഞ്ഞു. ചിലപ്പം എടുക്കുമ്പോ വലുതൊക്കെ ആയി പോവാറുണ്ട് എന്നുള്ള സത്യം പറഞ്ഞു. നോണൊന്നും പറഞ്ഞില്ല. നന്നായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരിയും കൂടി സമയമൊക്കെ എടുത്തായിരുന്നു കുറച്ചും കൂടി നന്നാക്കായിരുന്നു. കാതിലത്തെ കാണിച്ചിരുന്നോ? ഇവിടെ നിന്നിട്ട് ഒരാൾക്കില്ലേ കാതില്? കുത്തിയിട്ടില്ല. നല്ല ഉടുപ്പൊക്കെ നല്ല രസമുണ്ടിട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു. ശോഭിത. നസർക്ക 2 ബാർബികള്. പിന്നെ കൂളായിട്ട് ചെയ്തത്. പിന്നെ എനിക്കൊരിതുള്ളത് മൈലാഞ്ചി എടുത്തില്ല പെരുന്നാളിന്. അത് നിർബന്ധമാണ്. മൈലാഞ്ചി ആ കടയിലില്ല. ഉണ്ടോ? ഗുഡ്വില്ലുണ്ട്. അപ്പൊ മൈലാഞ്ചി എടുക്കാൻ ഷോപ്പിന്റെ പേരുമായി മാർക്കറ്റിംഗുമായി. ഓക്കെ. അപ്പൊ അതൊന്നും എടുക്കായിരുന്നു. ബാക്കിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട്. ഓക്കെ. സിമി. നന്നായിട്ട് ചെയ്ത് നാസർക്ക. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, സിമ്പിൾ ആയിട്ട്, നല്ല ഡ്രസ്സ്, നല്ല ശരിയാ ബാബി ഡോൾസിനെ പോലെ 2 നല്ല ക്യൂട്ട്, നല്ല ഭംഗിയുണ്ട് പിള്ളേരെ കാണാനായിട്ട് ഈ ഡ്രസ്സില്. മറ്റേ മോൾക്ക് കോട്ട് ഉണ്ടായില്ലേ? അവൾക്ക് ആ മാല തന്നെ ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട്. പിള്ളേർക്ക് അങ്ങനെയാണ്, ഇങ്ങനെ കുത്തിക്കൊള്ളും എന്ന് പറയും. നല്ല രസമായിട്ടുണ്ട്. കുഞ്ഞി കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. നല്ല ഇണക്കമുണ്ട് അവൾക്ക്. കറക്റ്റ് ആ മുട്ടിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ നാസർക്ക് ഇതേപോലെ തന്നെ ഷോപ്പ് ചെയ്തപ്പോ ഹാൻഡ് വാഷ് ആണോ ഡ്രൈ വാഷ്, അത് നല്ല പോയിന്റ് ആയിട്ട് തോന്നിട്ടോ. കാരണം മിക്ക ആണുങ്ങൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോ അവര് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുത്തു പോയല്ലാതെ ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെ അധികം നായകരുടെ പൊടിയോ വല്ലതും ഇട്ടിട്ടുണ്ടോ? അവള് വന്നപ്പോ നല്ല പ്ലസന്റ് ആയിട്ട് നിന്നപ്പോ മുഖം ചളങ്ങിയിട്ടുണ്ട്. നല്ല ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. പാച്ചരൊന്ന് മുകളിൽ വെക്കണം. ഓക്കെ. രഞ്ജിനി. നാസർക്ക
നന്നായിട്ട് ഷോപ്പ് ചെയ്തു. സിമി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേട്ടാ ആദ്യം തന്നെ ഡ്രസ്സ് എടുത്ത ഉടനെ ചോദിച്ചു ഇത് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ആ മാല എടുത്തപ്പോഴും ആദ്യം എനിക്ക് ശരിക്കും ആ മാച്ച് കറക്റ്റ് മറ്റേ മാലയായിരുന്നു. പക്ഷെ എടുത്തപ്പോ ചേട്ടാ അത് ഇളകി പോകും എന്നുള്ളത് കൊണ്ട് അത് മാറ്റിയിട്ട് അത് മാത്രല്ല ആ ഡിസൈനിന്റെ മുകളിൽ മുത്തുമാല എടുത്തു. കറക്റ്റ് കുഞ്ഞുങ്ങൾക്ക് അതേ ഇടാൻ പറ്റത്തുള്ളൂ, മറ്റേ വലുതാണ്. കുഞ്ഞുങ്ങൾ കറക്റ്റ് മാച്ച് സാധനം എടുത്തു. കറക്റ്റ് കുട്ടികൾക്ക് അത് കറക്റ്റുമാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഇനി നമുക്ക് മാർക്സ് അല്ലാതെ അവരിപ്പൊ ചൊറിഞ്ഞു കൊടുക്കും എല്ലാരും. രഞ്ജിനി 9, സിമി മൈലാഞ്ചി ഇല്ലാത്ത കാരണം 9, ശോഭിത എനിക്കും അതെ 9 മാർക്ക്. 9 മാർക്സ്. ആൻഡ് മഞ്ജു? ഞാൻ ഇളയാളുടെ കൂടെയാ. കൈ കണ്ടോ, കൈ പിടിച്ചതന്നെ കണ്ടോ, വള തോളത്ത് കയറി വള, അവളാ തട്ടീന് മുതുകത്ത് കയറ്റും. ഇത് മാറിപ്പോകാൻ സംശയമുണ്ട്. എന്റെ ദൈവമേ, എന്താ മൈലാഞ്ചിയും ഇല്ല, വളയും കൂടി പോയി, വള വലുതായി പോയി. എത്ര തന്നെ? 9.5. അയ്യോ, ഞാനോടത്ത് അത്യാഗ്രഹം, ഞാനോടത്ത് ഭയങ്കര സിൻസിയർ ആണെന്ന് വിചാരിച്ചത്. ഞാൻ അതിന്ന് 10 കുറയ്ക്കൂട്ടാ. 9 മാർക്ക്. 9 മാർക്ക്. 36 out of 40. Very cute. Bye. Bye bye. ബൈ ബൈ പറ. ഒരു മോടത്തെ Bye da. ഒരു മോടത്തെ അവൾക്ക് ഇഷ്ടായിരുന്നു. ടാറ്റ പറ. Tata. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 ഒരു ചെറിയ ബ്രേക്ക്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി. സുനിച്ചനെ കാണുമ്പോഴാണ് ഇത് ശരിയല്ല.